അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിലും നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായതിന് നേരെ മാത്രം ശരി എടുത്തെഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഇന്നമ ബുഇസ. അപ്പോൾ ആ ബോക്സ് ഒന്ന് വായിച്ച് നോക്കാം. ആദ്യം മിസ്വാക്ക് ചെയ്യണം. മുഅല്ലിമ വൈകി ഉണർന്നാൽ മുനാഫിഖിൻ്റെ ശീലമാണ്, വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇന്നമ ബുഇസ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? മുഅല്ലിമ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുഅല്ലിമൻ എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് കളവ് പറയൽ. എന്താണ് കളവ് പറയൽ? മുനാഫിഖിൻ്റെ ശീലമാണ്. അപ്പോൾ അവിടെ മുനാഫിഖിൻ്റെ ശീലമാണ് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് അവിടെ ആ ഒരു ബോക്സിലൊന്നുമില്ല. അപ്പോൾ മൂന്നാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തത് പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കണം. പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യണം. അപ്പോൾ മിസ്വാക്ക് ചെയ്യണം എന്നുള്ളത് അതിൽ നിന്നും എടുത്ത് എഴുതുക. ഇനി അഞ്ചാമത്തത് സുബഹി നിസ്കാരം ഖളാ ആകും. എപ്പോഴാണ് സുബഹി നിസ്കാരം ഖളാ ആവുക? ഏറ്റവും വൈകി ഉണർന്നാൽ. അപ്പോൾ വൈകി ഉണർന്നാൽ എന്നുള്ളതാണ് ആ ബോക്സിൽ നിന്നും അഞ്ചാമത്തതിനോട് യോജിച്ചത് എടുത്തെഴുതാനുള്ളത്. ഇനി അവസാനത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വലിയ അനുഗ്രഹമാണ് എന്നുള്ളതാണ് എടുത്ത് എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 6ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേര്. അപ്പം എന്താണ് ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ പേര്? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഉമ്മ ആമിന, അത് ഉപ്പ അബ്ദുള്ള. അപ്പം ഉമ്മ ആമിന എന്നും ഉപ്പ അബ്ദുള്ള എന്നും അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് സലാം മടക്കുന്നതിൻ്റെ വചനം. അപ്പോൾ സലാം പറയുന്നതിൻ്റെ വചനം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ സലാം മടക്കുന്നതിൻ്റെ വചനം വഅലൈക്കും അസ്സലാം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് വായന തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? എന്താണ് വായന തുടങ്ങുമ്പോൾ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതാണ്. നാലാമത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേരെന്താ? എന്തായിരുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇമാം മാലിക് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേര്. ഇനി അഞ്ചാമത്തത് സത്യം എന്നാൽ എന്ത്? എന്താണ് സത്യം എന്നാൽ? ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. ആറാമത്തത് നഖം നീട്ടി വളർത്തരുത്, കാരണം. എന്താണ് കാരണം? നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നഖം നീട്ടി വളർത്തരുത് എന്ന് പറയുന്നതിന് കാരണം. ഇനി മൂന്നാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഒന്നാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അള്ളാഹു ഇഷ്ടപ്പെടും, അതുപോലെ ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. അപ്പം അതൊക്കെയാണ്. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും. ഇനി രണ്ടാമത്തത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏതൊക്കെയാണ്? റഹീം എന്നുള്ളതും റഹ്മാൻ എന്നുള്ളതും പിന്നെ അതുപോലെ അള്ളാഹു എന്നുള്ളതും ബിസ്മില്ലാഹി എന്നുള്ളതിൽ അള്ളാഹു എന്നുള്ളതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. നമുക്ക് റഹ്മാനി റഹീം എന്ന് എഴുതാം. മൂന്നാമത്തേത് മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ. എപ്പോഴാണ് മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ? വുളൂ ചെയ്യുമ്പോൾ, അതുപോലെ ഉണർന്നയുടൻ, അതുപോലെ ഉറങ്ങും മുമ്പ്. അപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 അവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത് നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ. വ്യാഴാഴ്ച, അതുപോലെ വെള്ളിയാഴ്ച രാവ്. ഇനി നാലാമത്തെ പ്രവർത്തനമാണ് കാൽ വിരലുകളുടെ നഖം മുറിക്കേണ്ട ക്രമം. അപ്പോൾ അത് വലത്തെ കാലിൻ്റെ ഏറ്റവും അവസാനത്തെ ചെറിയ വിരൽ മുതലാണ്. അതങ്ങനെ ഓർഡറിൽ ഇടത്തെ കാലിൻ്റെ ഏറ്റവും ചെറിയ വിരൽ വരെ, അങ്ങനെ 10, അങ്ങനെയാണ് നമ്പർ ഇടേണ്ടത്.
അപ്പോൾ ആദ്യം വലത്തെ കാലിൻ്റെ ചെറുവിരലിന് 1, അടുത്ത വിരലിന് 2, 3, 4, 5. അതുപോലെ 6, 7, 8, 9, 10. 10 ഇടത്തെ കാലിൻ്റെ ഏറ്റവും ചെറിയ വിരലിന് 10ാം നമ്പറാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാലിൻ്റെ വിരലുകൾ നഖം മുറിക്കേണ്ടത്. ഇനി അടുത്തത് 5ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് സത്യം നന്മയിലേക്കും നന്മ ബാക്കി എന്താണ് സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തത് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. മൂന്നാമത്തത് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. നാലാമത്തത് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. ഇനി 5ാമത്തത് ഉറക്കം അല്ലാഹു നൽകിയ വലിയ എന്താണ് അനുഗ്രഹമാണ്. അപ്പോൾ അവിടെ അനുഗ്രഹമാണ് എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തത് സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. മൂന്നാമത്തത് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. അപ്പോൾ സൂക്ഷിക്കണം എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. 5ാമത്തത് ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് വേർതിരിക്കാം എന്നുള്ളത്. നേരത്തെ ഉണർന്നാൽ വൈകി ഉണർന്നാൽ. അപ്പോൾ ഏതൊക്കെയാണ്? ബറക്കത്ത് നഷ്ടമാകും, നേരത്തെ ഉണരാം, സുബ്ഹി നിസ്കാരം ഖളാ ആകും, ബറക്കത്ത് ഉണ്ടാവും, അതുപോലെ ഉണരാൻ വൈകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അപ്പോൾ നേരത്തെ ഉണർന്നാൽ എന്താണ്? ബറക്കത്ത് നഷ്ടമാകും എന്നുള്ളതാണോ? അല്ല, നേരത്തെ ഉണരാം അല്ലേ? അപ്പോൾ നേരത്തെ ഉണരാം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ അതുപോലെ സുബ്ഹി നിസ്കാരം ഖളാ ആകും എന്നുള്ളത് വൈകി ഉണർന്നാൽ എന്നുള്ളതിലാണ് എഴുതാനുള്ളത്. അതുപോലെ ബറക്കത്ത് ഉണ്ടാകും എന്നുള്ളത് നേരത്തെ ഉണർന്നാൽ എന്നുള്ളതിലാണ്. അതുപോലെ ഉണരാൻ വൈകും എന്നുള്ളത് എന്താണ്? വൈകി ഉണർന്നാലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ് എന്നുള്ളത് നേരത്തെ ഉണർന്നാൽ എന്നുള്ളതാണ്. അപ്പോൾ ബറക്കത്ത് നഷ്ടമാകും എന്നുള്ളത് വൈകി ഉണർന്നാൽ എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ ഉണരാം എന്നുള്ളത് എന്താണ്? നേരത്തെ ഉണർന്നാൽ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് വരിക. അപ്പോൾ ആ ഒരു പാഠം, ഉറക്കിനെ കുറിച്ചുള്ള പാഠം നല്ല രൂപത്തിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.